അബുദാബി സംഹയിലുള്ള ഒരു അടിപൊളി അഗ്രികൾച്ചർ പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ഷെരീഫും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. നാട്ടിലെ വാഴ, ചക്ക, പിന്നെ എല്ലാം ഉണ്ട്. അത്തിയുണ്ട്, പിന്നെന്തുണ്ടല്ലേ, സപ്പോട്ടയുണ്ട്, പിന്നെ പപ്പായ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പിന്നെ നേന്ത്രവാഴയുണ്ട്. കിടിലൻ ഐറ്റം. വന്നാൽ നഷ്ടം വരത്തില്ല. യു എയിലുള്ള എല്ലാവർക്കും വരാം. ഇവിടെ കയറുന്നതിന് പാസ് ഒന്നും കൊടുക്കണ്ട, പാസും ഫീസൊന്നും ഇല്ല. ഷെരീഫ് എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ സ്വന്തം തോട്ടമാണ്. ഷെരീഫ് കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. പിന്നെ അതേമാതിരി തന്നെ കഴിഞ്ഞാൽ അടിപൊളി ഫുള്ള് AC-യിൽ ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചതിനെ കാണാൻ തന്നെ പ്രത്യേക സ്റ്റൈല്, സൂപ്പർ. അപ്പോൾ വീക്കെൻഡൊക്കെ വെറുതെ റൂമിൽ ഇരുന്ന് തലപൊളിയാതെ ഫാമിലിയായിട്ടൊക്കെ വരാം. പൈസ ഒന്നും കൊടുക്കണ്ട, അടിപൊളി. എല്ലാവർക്കും വരാം. ബാച്ചിലേഴ്സിന് തന്നെ, ഞങ്ങളൊക്കെ ബാച്ചിലേഴ്സ് തന്നെ ഇവിടെ. എല്ലാവർക്കും വരാം. ഓക്കെ, അപ്പം ശരി, വീഡിയോ കാണാം. ഓക്കെ. ഫ്രണ്ടിലെ വലിയൊരു കാർ പാർക്കിങ്ങും അത്യാവശ്യം ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു എയർപോർട്ടിൻ്റെ ഒക്കെ ഒരു ഫീലുണ്ട് അത്യാവശ്യം ഫ്രണ്ടിൽ നിന്നൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഷെരീഫ് മോൻ മെല്ലെ ഡോറ് തുറന്ന് ഞങ്ങൾ ഉള്ളിൽ കയറി. ആദ്യം തന്നെ ഡോറ് മാറിപ്പോയി. മെയിൻ എൻട്രൻസിൽ കൂടെ അല്ല ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് തന്നെ ഇത് കയറുന്ന കേട്ടോ. കയറിയിട്ട് കാണാൻ നേരത്ത് നല്ല രസമുണ്ട്. ഫസ്റ്റ് തന്നെ റൈറ്റ് സൈഡിൽ നല്ല 2 വാഴയൊക്കെ നിൽപ്പുണ്ട്, അടിപൊളി 2 വാഴ. പിന്നെ നല്ല അടിപൊളി ഒരു നല്ല പ്ലാവിനകത്ത് ചെറിയൊരു ചക്കക്കൂട്ടനൊക്കെ കാഴ്ച കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു. അത് ഒരു പ്ലാവായിട്ടല്ല, എല്ലാം 5-10 ഐറ്റമെങ്കിലും വെറൈറ്റി ഐറ്റംസ് കൊണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും ഇപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടുതലുണ്ട്, അതിങ്ങനെ ചെറുതായിട്ടൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ വാഴയുടെ പല സൈസ് വാഴകൾ, അടിപൊളി വാഴകൾ, പല ഐറ്റം കൊല പിടിച്ചെടുപ്പുണ്ട്, പഴുത്തതൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഓമമരത്തിൽ നല്ല പഴുത്ത് കിടപ്പുണ്ട്, കിളിയൊക്കെ ഒന്നും എത്താൻ പറ്റാതെ വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഓമയ്ക്ക ഇവിടെ കൂടിയിട്ടാണല്ലോ എത്തിയത്. എന്തോ കായ പിടിച്ചിട്ട്, ഇത് എന്തോ കായാന്ന് എനിക്ക് മനസ്സിലായി, ഏത് ഐറ്റം അറിയുന്നില്ല. മാവെന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-20 വെറൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയുടെയൊക്കെ ലെങ്ത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലമായിട്ട് അത്യാവശ്യം നല്ല സ്ഥലത്ത് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നില്ല. മാവ് കട്ട് ചെയ്തിട്ട് പല ഐറ്റം വെറൈറ്റി അവരിങ്ങനെ ബഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മാവേ തന്നെ ഒരു 5-6 ഐറ്റമൊക്കെ ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പല സൈസുകളായിരിക്കും. കൊല എന്ന് വെച്ചാൽ വാഴക്കൊല ഏതൊക്കെ ഉണ്ടോ അത് അമ്മാതിരി ഒരു 10-15 ഐറ്റം, എല്ലാത്തിൻ്റെ 15 ഐറ്റം വെച്ചുണ്ട്. അവരെന്തായാലും അത് അത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ അറിയാൻ വയ്യാത്തൊരു വന്ന് QR സ്കാൻ ചെയ്യുക, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ സപ്പോട്ട പിടിച്ച് കിടപ്പുണ്ട്, അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അത് പഴുത്തിട്ടൊന്നുമില്ല, അങ്ങനെ പറിക്കാനൊന്നും അനുവാദമില്ല. പിന്നെ ഷെരീഫ് മുമ്പ് പറഞ്ഞ ഇങ്ങനെ പഠിച്ച് മാറ്റിയൊക്കെ നോക്കി. പിന്നെ അത് ഞാൻ ഒളിഞ്ഞതിന് വീഡിയോ ഒക്കെ എടുത്ത് അത്യാവശ്യം കാണിക്കാനായിട്ട്. എന്തായാലും കൊള്ളാം. പിന്നെ കണ്ടൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട്, അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടമാതിരി കിട്ടുന്ന സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതുകൊണ്ട് പേരയുടെ ഒരു 5-6 ഐറ്റമേ കാണാനുള്ളൂ. കിടിലൻ ഓറഞ്ചൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഓറഞ്ച് ഉണ്ട്, ആപ്പിളുണ്ട്, ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ്. അവധി ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും, അബുദാബിയിലോട്ട് വരും. ഷെരീഫിന് അറിയത്തില്ല, ആപ്പിളല്ല ഇത്, നെല്ലിക്കാന്നാ പറഞ്ഞത്. പൊതുവെ ഇങ്ങനത്തെ ആപ്പിൾ കണ്ടുവരില്ല, ഞങ്ങളെ കാശ്മീരിനോട് അടുത്ത പ്രദേശങ്ങളുണ്ട്. പിന്നെ പൊളിയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല നാട്ടിലെ വെള്ളക്കിടുന്ന നല്ല അടിപൊളി കറുനാരങ്ങ ഉണ്ടല്ലോ, സൂപ്പർ നാരങ്ങ, പഴുത്ത് പാകമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അതുപോലെ തന്നെ കമ്പിളി നാരങ്ങ ഉണ്ട് നാട്ടിൽ, നല്ല അടിപൊളി കമ്പിളി നാരങ്ങ. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് വിൽക്കും, നല്ല സൂപ്പറായിട്ട് വിൽക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഷെരീഫ് ഗൈഡ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം മുന്തിരിയുണ്ട്, പിയറിൻ്റെ തന്നെ വലിയൊരു കളക്ഷൻസ് ഉണ്ട്. പിയറിൻ്റെ മറ്റേ സബർ ജെല്ലിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സബർ ജെല്ലിയുടെ ഇവിടെ കിട്ടുന്ന ഒരു ഐറ്റം പിയർ. അതുപോലെ തന്നെ അത്തിയുടെ അത്യാവശ്യം വ്യത്യസ്തമായ കുറേ കളക്ഷൻസ് അത്തിയുടെ ഉണ്ട്, അത്യാവശ്യം കൊള്ളാവുന്ന കളക്ഷൻസ് ഒക്കെ. എടുക്കാൻ പറ്റില്ല, ഒരെണ്ണം പോലും എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് തിന്നാൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് സങ്കടം വരുന്നത്. താഴെ കിടന്നൊന്നും പോലും എടുത്ത് തിന്നാൻ പറ്റാത്ത വിഷമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഏതായാലും നല്ല ഗ്രീൻ ആപ്പിളൊക്കെ യുടെ മണ്ണിൽ പൂത്തുരഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്, അടിപൊളി. അപ്പോൾ എൻജോയ് ചെയ്യാനായിട്ട് ഇടയ്ക്കൊക്കെ വന്ന് ഇതൊക്കെ കണ്ട് കെട്ട് കറങ്ങി. അതുപോലെ തന്നെ നാരങ്ങ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം കളക്ഷൻസ് ഉണ്ട്, പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള. പിന്നെ ചെടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് അവർ മാറ്റിയിട്ടുണ്ട്. ഷെരീഫ് നടന്ന് ക്ഷീണിച്ചിവിടെ വന്ന് ഇരിപ്പായി. ഇപ്പം കണ്ട കഷ്ടം, ഒരുപാട് ക്ഷീണിച്ചിരിപ്പാ. ആഹാ, നല്ല അടിപൊളി നാരങ്ങയൊക്കെ തൊട്ട് തലപൊടിയിട്ടുള്ളൊരു ഇരിപ്പുണ്ടല്ലോ, സൂപ്പറാണ്, സൂപ്പറായിട്ട്.
ഹലോ ഗൈസ്. അപ്പൊ ഞങ്ങൾ റൂമിലിരുന്ന് ബോറടിച്ചിട്ട് സംഹയിൽ എന്നൊരു അഗ്രികൾച്ചർ പാർക്ക് ഉണ്ട്. അപ്പൊ പാർക്ക് എന്റെ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്റെ കൂട്ടുകാരനെ തോട്ടം കണ്ടപ്പോൾ അവന്റെ അശ്ചിതങ്ങൾ അവക്കാട് മരങ്ങൾ കാണും. അവക്കാടൊക്കെ പിടിച്ച് കിടക്കാൻ കണ്ടില്ലേ, ഇഷ്ടംപോലെ അവക്കാടോ പിടിച്ച് കായ്ച്ച് നിറഞ്ഞു കിടക്കുന്നു. എല്ലാത്തിനും വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് സംഹ അഗ്രികൾച്ചർ പാർക്ക് സ്വന്തം തോട്ടത്തിൽ. ശരി, പിന്നെ സ്വന്തമാണെന്നൊക്കെയാ പറഞ്ഞത്. അരമണിക്കൂർ കഴിഞ്ഞാൽ പിടിച്ചിറക്കി വിടും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ദുബൈയുടെയും അബുദാബിയുടെയും ഇടയ്ക്കുള്ള സംഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ കറണ്ട് ലൊക്കേഷൻ. അപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.